ഹലോ ഫ്രണ്ട്സ്, ദ വോം മം ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രോഷ്യ സ്റ്റിച്ചുകളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ ഒരു നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. സർക്കുലാർ അല്ലാത്ത ഏതൊരു ക്രോഷ്യ പ്രൊജക്റ്റും നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രോഷ്യ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോഷ്യ ഹുക്കിൻ്റെ ഈ ഒരു പോർഷൻ എപ്പോഴും മുകളിലേക്കായിരിക്കണം. നോട്ടിട്ട ശേഷമുള്ള ഈ ഒരു യാണിൻ്റെ ചെറിയ എൻഡ് എപ്പോഴും നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെയും തമ്പിൻ്റെയും ഇടയിൽ പിടിക്കണം. യാണിൻ്റെ നീളമുള്ള എൻഡ് എപ്പോഴും വീഡിയോയിൽ കാണുന്നത് പോലെ ചൂണ്ടുവിരലിനെ ചുറ്റി ചെറുവിരലിൻ്റെ അടിയിലൂടെ എടുക്കണം. ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചുകൾ കൂടുതൽ ടൈറ്റ് ആവാതെയും ലൂസ് ആവാതെയും ഇരിക്കാൻ ഇങ്ങനെ പിടിക്കുന്നത് സഹായിക്കും. ഇനി ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച്. നമ്മുടെ ഹുക്ക് ഇതുപോലെ ചുറ്റി യാണിനെ കുരുക്കി ആദ്യത്തെ നോട്ടിനുള്ളിലൂടെ വലിക്കുക. ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഒരു വട്ടം കൂടെ ചെയ്യാം. ഹുക്ക് വെച്ച് യാണിനെ കുരുക്കി താഴെയുള്ള ചെയിനിലൂടെ വലിക്കുന്നു. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ചായി. ഇങ്ങനെ നമുക്കൊരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ബാക്കിയുള്ള സിംഗിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റും ഹാഫ് ഡബിൾ ക്രോഷറ്റും ട്രിപ്പിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റും ഞാൻ ഇതിൻ്റെ മുകളിലാണ് കാണിക്കുന്നത്. ഇതൊരു ഫൗണ്ടേഷൻ ചെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോഴിതാ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനായി ഈ 10 ചെയിൻ സ്റ്റിച്ച് കൂടാതെ ഒരെണ്ണം എക്സ്ട്രാ ചെയ്യണം. ഇനി നമ്മുടെ 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യം തന്നെ 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ ഹുക്ക് കടത്തിവിടുക. ഇതുപോലെ. പിന്നീട് നമ്മൾ ഹുക്ക് വെച്ച് യാണിനെ കുരുക്കി ആ ചെയിനിനുള്ളിലൂടെ വലിക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെ നിങ്ങൾക്ക് 2 ലൂപ്പ് കാണാൻ സാധിക്കും. വീണ്ടും ഹുക്ക് വെച്ച് യാൺ കുരുക്കി ആ 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കാം. ചെയിനിനുള്ളിലൂടെ ഹുക്ക് കടത്തിവിട്ട് യാണിനെ കുരുക്കി വലിച്ച് ഹുക്കിന് മേലെ 2 ലൂപ്പ് കാണാം. വീണ്ടും ഹുക്ക് വെച്ച് യാണിനെ കുരുക്കി ഈ 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഈ 10 ചെയിനിനുള്ളിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ എല്ലാ ചെയിനിനുള്ളിലൂടെയും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ ലഭിക്കും. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ തുടക്കത്തിൽ കാണിച്ച 10 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫൗണ്ടേഷൻ ചെയിൻ തന്നെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ 10 ചെയിൻ സ്റ്റിച്ച് കൂടാതെ എക്സ്ട്രാ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. പിന്നീട് 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട്, അതായത് നമ്മുടെ 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. ഹുക്കിൽ യാണിനെ ഒന്ന് ചുറ്റി സ്റ്റിച്ചിനുള്ളിലൂടെ കടത്തിവിട്ട് യാണിനെ കുരുക്കി വലിച്ച് ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെ 3 ലൂപ്പുകൾ കാണാം. യാണിനെ ഒന്ന് കുരുക്കി ഈ 3 ലൂപ്പുകളിലുള്ളിലൂടെയും വലിക്കുക. ഇതാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹുക്കിൽ യാണ് കുരുക്കി ചെയിനിനുള്ളിലൂടെ പോയി വീണ്ടും കുരുക്കി പുറത്തോട്ട് വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെ 3 ലൂപ്പുകളുണ്ട്. യാൺ കുരുക്കി 3 ലൂപ്പുകൾക്കുള്ളിലൂടെയും വലിക്കുന്നു. ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇത് നമുക്ക് 10 ചെയിനിലും ചെയ്യാം. ഇപ്പോൾ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടി. അടുത്ത സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ. സെയിം 10 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫൗണ്ടേഷൻ ചെയിനാണിത്. 3 എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് ഇടുക. നാലാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. യാണിനെ കുരുക്കി ചെയിനിനുള്ളിലൂടെ ഇട്ട് കുരുക്കി പുറത്തോട്ട് വലിച്ച് ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെ നമുക്ക് 3 ലൂപ്പുകൾ കാണാം. യാണിനെ കുരുക്കി 2 ലൂപ്പുകളിലുള്ളിലൂടെ മാത്രം വലിക്കുക. വീണ്ടും യാണിനെ കുരുക്കി 2 ലൂപ്പുകളിലുള്ളിലൂടെ വലിക്കുക. ഒന്നുകൂടെ നോക്കാം. യാണിനെ ഹുക്ക് വെച്ച് ചുറ്റി ചെയിനിനുള്ളിലൂടെ പോയി യാണിനെ കുരുക്കി വെളിയിലോട്ട് വരുന്നു. 3 ലൂപ്പുകൾ നിങ്ങൾക്ക് ഹുക്കിന് മേലെ കാണാം. യാണിനെ കുരുക്കി 2 ലൂപ്പുകൾക്കുള്ളിലൂടെ വലിക്കുന്നു. വീണ്ടും യാണിനെ കുരുക്കി 2 ലൂപ്പുകളിലൂടെ വലിക്കുന്നു. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ 10 ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെയും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ലഭിക്കും 10 ഡബിൾ ക്രോഷ്യ.
ഇനി ട്രിപ്പിൾ അഥവാ ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സെയിം ഫൗണ്ടേഷൻ ചെയിനാണിത്. 10 ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെ 4 എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. 5ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. യാണിനെ ഹുക്കിൽ 2 വട്ടം ചുറ്റണം. പിന്നീട് 5ാമത്തെ ചെയിനിലോട്ട്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിൻ്റെ 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് കടത്തിവിട്ട് യാൺ കുരുക്കി വെളിയിലോട്ട് വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെ 4 ലൂപ്പുകൾ കാണാൻ സാധിക്കും. ആദ്യം യാൺ കുരുക്കി 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുന്നു, വീണ്ടും കുരുക്കി 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുന്നു, വീണ്ടും കുരുക്കി 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുന്നു. ഇതാണ് ട്രിപ്പിൾ അഥവാ ട്രിപ്പിൾ ക്രോഷേ. ഒന്നുകൂടെ പറയാം. 2 വട്ടം ഹുക്കിൽ കുരുക്കി ചെയിനിനുള്ളിലൂടെ പോയി യാൺ കുരുക്കി പുറത്തോട്ട് വലിച്ച് യാൺ കുരുക്കി 2 ലൂപ്പുകൾ വീതം യാൺ ഓവർ ചെയ്ത് വലിക്കുന്നു. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ട്രിപ്പിൾ ക്രോഷേ ലഭിക്കും. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിൽ 10 ചെയിൻ സ്റ്റിച്ചാണുള്ളത്. ഫൗണ്ടേഷൻ ചെയിൻ മുഴുവൻ നമ്മൾ ട്രിപ്പിൾ ക്രോഷേ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. അടുത്തത് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ. ആദ്യത്തെ 10 ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെ നമ്മൾ 5 എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നു. 6ാമത്തെ, അതായത് ഫൗണ്ടേഷൻ ചെയിനിലെ 10ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഹുക്കിൽ ഇതുപോലെ 3 വട്ടം നമ്മൾ യാൺ ചുറ്റിയ ശേഷം ഹുക്ക് കടത്തിവിട്ട് യാണിനെ കുരുക്കി തിരിച്ച് വലിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെ നമുക്ക് 5 ലൂപ്പുകൾ കാണാൻ സാധിക്കും. ഇനി ഹുക്കിൽ യാൺ കുരുക്കി 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുന്നു, വീണ്ടും യാൺ കുരുക്കി 2 ലൂപ്പ്, യാൺ കുരുക്കുന്നു 2 ലൂപ്പ്, യാൺ കുരുക്കുന്നു 2 ലൂപ്പിനുള്ളിലൂടെ വലിക്കുന്നു. ഇതാണ് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ. നമുക്കൊന്നുകൂടി നോക്കാം. 3 വട്ടം യാൺ ചുറ്റി ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ കടത്തിവിട്ട് യാൺ കുരുക്കി വലിച്ച് ഹുക്കിന് മുകളിൽ 5 ലൂപ്പുകൾ കാണാം. ഇനി യാൺ കുരുക്കി 2 ലൂപ്പുകൾ വീതം കടത്തിവിടുക. ഫൗണ്ടേഷൻ ചെയിനിൽ മുഴുവൻ ഡബിൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ലഭിക്കുക. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതൊരു ക്രോഷേ പ്രൊജക്റ്റിൻ്റെയും 2 സൈഡുകൾ ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. എവിടെയാണോ നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടത് ആ സ്റ്റിച്ചിനുള്ളിലൂടെ കടത്തിവിട്ട് യാൺ കുരുക്കി എല്ലാ സ്റ്റിച്ചുകളിലൂടെയും വലിക്കുക. ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി മാജിക് റിംഗ്. ഏതൊരു സർക്കുലാർ ക്രോഷേ പ്രൊജക്റ്റും നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് മാജിക് റിങ്ങിലാണ്. ഇങ്ങനെയാണ് ഒരു ബേസിക് മാജിക് റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാജിക് റിംഗ് സിംഗിൾ ക്രോഷേ വെച്ച് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ആദ്യം തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ മാജിക് റിങ്ങിനുള്ളിലേക്ക് ഒരു 6 സിംഗിൾ ക്രോഷേ കൊടുക്കുകയാണ്. സിംഗിൾ ക്രോഷയുടെ എണ്ണം നിങ്ങളുടെ യാണിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 സിംഗിൾ ക്രോഷയാണ് കൊടുക്കുന്നത്. ഇപ്പോഴിതാ ഈ യാണിൻ്റെ ഷോർട്ടായ എൻഡ് വലിച്ച് ഞാൻ ഈ മാജിക് റിംഗ് ടൈറ്റ് ചെയ്യാണ്. ടൈറ്റ് ചെയ്തതിന് ശേഷം മാജിക് റിംഗ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കൊടുത്തിരിക്കുന്ന ചെയിൻ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ദാ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. ഒരു സർക്കുലർ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കായിട്ട് ഇങ്ങനെയാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ക്രോഷേ സ്റ്റിച്ചുകളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ ടിപ്സിനും ട്യൂട്ടോറിയൽസിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.